നമസ്കാരം. ഓർമ്മയിലെന്നും രാജൻ പി ദേവ്. രാജൻ പി ദേവ് എന്ന അതുല്യ പ്രതിഭയുടെ നാടക ജീവിതത്തിന്റെയും സിനിമാ ജീവിതത്തിന്റെയും വ്യക്തി ജീവിതത്തിന്റെയും എല്ലാം ഒരുപാട് ഓർമ്മകളിലൂടെയുള്ള യാത്ര തുടരുന്നു. അദ്ദേഹത്തിന് നമ്മൾ ഇപ്പം ഇത്രയും വർക്ക് ചെയ്തിട്ടുള്ള ആളല്ലേ, ബെന്നിച്ചേട്ടനൊക്കെ തുടക്കം തൊട്ട് റെസിഡന്റ് പോലെ കൂടെ നിന്നിട്ടും കൂടെ ഉള്ള ആളാണ്. ഏറ്റവും ഇഷ്ടമല്ലാതിരുന്ന കാര്യങ്ങൾ എന്താണ്? പെട്ടെന്ന് ദേഷ്യം വരിക എന്നൊക്കെ ഉള്ള പോലെ എന്ത് ചെയ്താലായിരിക്കും അത് സംഭവിച്ചുകൊണ്ടിരുന്നത്? അങ്ങനെ പെട്ടെന്നൊരു ദേഷ്യം വരുന്ന സ്വഭാവം ഷൂട്ടിംഗ് സമയത്തോ അല്ലാതെയുള്ളൊരു സ്വകാര്യ നിമിഷങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ കുറ്റപ്പെടുത്തലുകളൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അവിടെ ചെന്നപ്പോൾ നമുക്ക് വെച്ചിരുന്ന വേഷമാണ്, ആ ക്യാരക്ടർ വിളിച്ചിട്ട് പിന്നെ അവർ രണ്ടാമത് വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ പരിഭവങ്ങളെ പറയാറുള്ളൂ. വളരെ സ്വാഭാവികമായിട്ടുള്ള പരിഭവങ്ങളെ പറയാറുള്ളൂ. പിന്നെ പുള്ളിനെ കുറ്റം പറഞ്ഞ് മറ്റാള് രാജേട്ടനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്ന ഒരു സമയത്തും പുള്ളി റിയാക്ട് ചെയ്യുന്ന അവനൊക്കെ അങ്ങനെ പറയുള്ളൂ, അല്ലെങ്കിൽ അത് അവൻ്റെ വലിയ പ്രതികാര ബുദ്ധി ഇല്ലാത്ത ഒരാളായിരുന്നു. അല്ല, അത് എനിക്ക് തോന്നുന്നത് നാടകത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. അല്ല, പുള്ളി സോഫ്റ്റ് ആണ്. പുള്ളീനെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലരൊക്കെ ഇറിറ്റേറ്റ് ചെയ്യണ കണ്ടിട്ടുണ്ട്. അടിച്ചൊക്കെ വന്നിട്ട് പുള്ളി എടുത്ത് തമാശക്കാണ് എടാ രാജ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഡയറക്ടർ സാർ എന്നെ ഇയാൾ അപമാനിക്കുന്നു, അതൊക്കെയാണ് പുള്ളിയുടെ റിയാക്ഷൻ മാക്സിമം. അല്ലാതെ പുള്ളി അങ്ങനെ ദേഷ്യപ്പെടുകയോ, സീനിയർ ആയിട്ടുള്ള ആളല്ലേ, പക്ഷെ പുള്ളി അങ്ങനെ ദേഷ്യപ്പെടുന്നു. ഭയങ്കര നർമ്മബോധമായിരുന്നു, ജീവിതത്തിലും ഭയങ്കര നർമ്മം പറയുമായിരുന്നു. അത് നമ്മൾ ചിരിച്ചു പോകും. ഒരു നമ്മൾ പുള്ളിനെ കാണുമ്പോൾ ഒരു ഗൗരവ സ്വഭാവമുള്ള വില്ലൻ പരിവേഷമുള്ള ഒരാളല്ല, പക്ഷെ ഇല്ല, വളരെ ശുദ്ധ മനസ്സും കുട്ടികളുടെ പോലെയുള്ള പ്രകൃതവും നല്ല നർമ്മം പറയുമായിരുന്നു. പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു കോമഡി പിന്നീട് ഇങ്ങനെ പലയിടത്തും ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഞാനും രായേട്ടനും കൂടി ഒരു കല്യാണ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഒരു സുന്ദരിയായിട്ടൊരു പെങ്കൊച്ചി മുമ്പിൽ കൂടി രായേട്ടനെ കണ്ട് ചിരിച്ചിട്ട് പോയി. അപ്പോൾ രായേട്ടൻ പറഞ്ഞതാണ്, ഇതുങ്ങളെ കാണുമ്പോഴാണ് വീട്ടിലുള്ളതിനെടുത്ത് കിണറ്റിലിടാൻ തോന്നണേന്ന് പറഞ്ഞു. ആ സാധനം പിന്നീട് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് തന്നെ ചിലപ്പോ ചേച്ചിയും പറയോട്ടാന്ന് പറഞ്ഞു. അതെ അവള് കേക്കണ്ട പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അത് പലയിടത്തും പിന്നീട് പല രീതിയിൽ പലയിടത്തും വന്ന്. അപ്പൊ അങ്ങനെയുള്ള ഹ്യൂമറുകൾ സ്പോണ്ടേനിയസ് ആയിട്ട്. അല്ല, ഇപ്പൊ നമ്മള് കുറച്ചുകൂടെ മൊബൈൽ വന്നിട്ടോ അല്ലാതെയോ അവനവന്റെ കാരാവാനിൽ ഇരുന്നിട്ടോ ഒക്കെ നമ്മൾക്ക് ആൾക്കൂട്ടത്തോട്ട് ഇടപെടുക, ആൾക്കൂട്ടത്തെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് വലിയ പാടാ. അത് രാഷ്ട്രീയത്തിനൊക്കെ ഉണ്ട്. എല്ലാരെയും കണ്ട് ചിരിക്കുക, എല്ലാരെയും കണ്ട് തൊഴുക, ക്ഷയിക്കാൻ തൊടുക എന്നുള്ളത് പൊതുവെ ഇപ്പം പ്രസിദ്ധരായ ആളുകൾക്ക് ഇച്ചിരി അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ നാടകത്തില് എത്രയോ ഉത്സവപ്പറമ്പുകളിൽ ആളുകളുടെ അടുത്ത് ചെന്ന് കണ്ടു, അവിടുന്ന് ഇവിടുന്നും വഴിന്ന് കഴിച്ച് നിന്നും അങ്ങനെ വന്നിട്ട് സിനിമയിലെത്തുന്ന ഒരാളായതുകൊണ്ടായിരിക്കും ആ ഒരു സംയോജനം എല്ലാത്തിലും. അതുപോലെ ആരെയും വെറുപ്പിക്കരുത് എന്നുള്ളൊരു പോളിസി ഉണ്ട് പുള്ളി. അവരുടെ ഭാഗത്ത് നിന്ന് ഇറിറ്റേഷൻ ഉണ്ടെങ്കിലും പുള്ളി അതൊരു തന്മയത്വമായിട്ട് അത് കൈകാര്യം ചെയ്ത് വിടും. അത് ഈ ഉത്സവപ്പറമ്പിലൊക്കെ തന്നെ പലരും തുളത്ത് കീടാൻ വരുമല്ലോ, ആരാധന കൊണ്ട്. അപ്പൊ അവരൊക്കെ അങ്ങനെ സോപ്പിട്ടിട്ട് പുള്ളിയുടെ ആളാക്കി മാറ്റും പുള്ളി. അത് ഭയങ്കര കഴിവാണ് പുള്ളിക്ക്. ഇനി ഒരാളെ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, ഓർത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് വളരെ പ്രിയപ്പെട്ട രാജൻ പി ദേവ് സാറിന്റെ മകൻ. ഇപ്പോൾ അഭിനേതാവാണ്. നിരവധി സിനിമകളിൽ അദ്ദേഹം മികച്ച വേഷങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും രാജൻ പി ദേവ് എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജുബിൽ രാജൻ പി ദേവ്. ജുബിൽ, സ്വാഗതം. ചേർത്തല ജൂബിലി എന്ന് പറയുന്ന ട്രൂപ്പിലെ ജൂബിലി ഈ ജുബിൽ എന്നുള്ളതിൽ നിന്നുണ്ടായതാണ്. ജൂബിലി എന്ന് ആദ്യം പേരിട്ടതിന്റെ ഒരു കാര്യത്തിൽ നിന്നാണോ ജുബിൽ എന്ന് പേരിട്ടത്? ജൂബിലിയാണ് ആദ്യം ഉണ്ടായത്. ചേർത്തല ജൂബിലി ലോപിച്ചാണ് ജൂബിൽ ഉണ്ടായത്. ട്രൂപ്പാണ് ആദ്യം അല്ലേ? ട്രൂപ്പ് കഴിഞ്ഞിട്ട് ആ ട്രൂപ്പിന്റെ പേരിന്റെ ഓർമ്മയ്ക്കാണ്, അതെ, ട്രൂപ്പിന്റെ പേര് റെപ്രസെന്റേറ്റ് ചെയ്തിട്ടാണ് ജുബിൽ എന്നുള്ള പേരിട്ടത്. സാധാരണ എല്ലാവരും മറ്റേ മക്കളുടെ പേര് സ്ഥാപനങ്ങൾക്ക് ഇടും. സ്ഥാപനങ്ങളുടെ പേര് മക്കൾക്ക് ഇട്ടേക്കാൻ അപൂർവം ആൾക്കാരിൽ ഒരാളാണ്. ഞാനും ആദ്യമായിട്ട് അതാ ഞാൻ കൺഫേം ആയിട്ട് ചോദിച്ചേ. പല സ്ഥാപനങ്ങളും ഈ പറഞ്ഞ പോലെ മക്കളുടെ പേര് ഇട്ട് തുടങ്ങിയ ആൾക്കാരുണ്ട്. ഇത് ഓൾറെഡി ഉള്ള സ്ഥാപനത്തിന്റെ ആദ്യത്തെ മകനാണ് രാജന്റെ, അത് ജുബിൻ തിയേറ്റർ. രണ്ടാമത്തേതാണ് ഇത്. അതെ, മൂത്ത കുട്ടി നാടകമായിരുന്നു, രണ്ടാമത്തെ കുട്ടിയാണ് ഇതായിട്ടും വന്നു. നാടകം ഇപ്പൊ പറഞ്ഞു, ബെന്നിച്ചേട്ടനൊക്കെ വരുന്ന സമയത്ത് വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഞാൻ ചെല്ലുമ്പോൾ തറവാട് വീടായിരുന്നു. തറവാട് വീടിന്റെ അവിടെ ആയിരുന്നു റിഹേഴ്സൽ ക്യാമ്പ് ഇട്ടത്. അപ്പമാഷിന്റെ വീടെന്ന് പറയും. പിന്നീട് വീടിനടുത്ത് തന്നെ ഓഡിറ്റോറിയം ഒക്കെ പണിത് ക്യാമ്പ് ഉണ്ടാക്കി.
ക്യാമ്പ്. പിന്നീട് എല്ലാ നാടകങ്ങളും ആ വീടിനടുത്ത് തന്നെയുള്ള ഓഡിറ്റോറിയത്തിലായിരുന്നു. ഞാൻ ആദ്യ നാടകം എഴുതിയിട്ട് വായിക്കാൻ ചെല്ലുന്ന സമയത്ത് ഇവൻ കുഞ്ഞാ, ഇവൻ അവിടെ മുറ്റത്തൊക്കെ ഓടിക്കളിക്കുന്ന പ്രായമോ. അന്നോട്ട് ഇവനെ കാണുന്നതാണ്. അപ്പോൾ റിഹേഴ്സൽ ക്യാമ്പിലൊക്കെ ഇവൻ വന്ന് അവിടെ രാജേട്ടൻ ഇല്ലാത്തപ്പോൾ ആ കസേരമേൽ ഈ ഒരു ചാരി കസേരയുണ്ട്. അപ്പോൾ ഡയറക്ടറുടെ കസേരയിൽ ഇവനെ ഞങ്ങൾ ഇരുത്തും. രാജേട്ടനില്ല, നീ എവിടെ ഇരിക്കുന്നു പറഞ്ഞു. അവൻ അവിടെ ഇരുന്നിട്ട് നാടകം കണ്ട്. അപ്പോൾ കുട്ടിക്കാലം മുതൽ നാടക റിഹേഴ്സലും നാടകമായിട്ടൊക്കെ തന്നെയാണ് വളർന്നേക്കുന്നത്. വലിയ ബന്ധമുള്ളത് അതെ അല്ലേ? ജുബിലി നാടക പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടോ അതോ നേരെ സിനിമയിലായിരുന്നോ? ഇല്ല, ഡാഡിച്ചന്റെ കൂട്ടത്തിൽ ഇങ്ങനെ നാടകം അസോസിയേറ്റ് ചെയ്യാനൊക്കെ നിർത്തുമായിരുന്നു. അപ്പൊ അന്നേരം നാടകത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഡാഡിച്ചൻ എന്നാണോ ഡാഡിച്ചൻ വിളിക്കുന്നത്? അതെ. അപ്പൊ ഡാഡിച്ചൻ ഇങ്ങനെ പറയും. പിന്നെ എപ്പോഴും എനിക്ക് തരുന്നൊരു ഉപദേശമുണ്ട്, നാടകം വളരെ സിമ്പിൾ ആയിരിക്കണം, ഡയലോഗൊക്കെ. ജൂബിലിയുടെയും അങ്ങനെ നാടകങ്ങളുടെ പ്രത്യേകത അതായിരുന്നു, വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന, കണക്ട് ചെയ്യുന്ന. അച്ഛൻ പറയും എൻ്റെ മറ്റേ ഉൾത്തടങ്ങളിൽ ഉണ്ടാകുന്ന മറ്റേ വികാരങ്ങൾ എനിക്ക് വിശക്കുന്നു, ഇത്രയും പറഞ്ഞാൽ മതി. മറ്റേത് മനസ്സിലാകത്തില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നാടകം. അത് നാടകം കൂടുതലും വളരെ സാധാരണപ്പെട്ട സ്ഥലങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കലയാണല്ലോ. അതെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുമായിരുന്നു. പിന്നെ ഒരു സ്റ്റേജിന്റെ പോളിസീസ് കാര്യങ്ങൾ ഒക്കെ എല്ലാം നാടകം സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തൊട്ട്, അല്ലെങ്കിൽ ഡാഡിച്ചനായിരിക്കും മിക്ക നാടകങ്ങളിലും ത്രെഡ് ഇങ്ങനെ കൊടുക്കുന്നത്. പിന്നെ അതായിരിക്കും ഡെവലപ്പ് ആകുന്നത്. ജൂബിലി ഇപ്പം കളിക്കുന്നുണ്ടോ? ഇല്ല, ജൂബിലി ഇപ്പോൾ ഒരു കഴിഞ്ഞ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ കൊറോണയ്ക്ക് ശേഷം പിന്നെ ചെയ്തിട്ടില്ല. കോവിഡിലാണ് നിന്ന് പോയത്. അതുവരെ ചെയ്തിട്ടുണ്ടല്ലേ? ഡാഡിച്ചൻ മരിച്ചതിന് ശേഷവും ജൂബിലി മുന്നോട്ട് പോയിരുന്നു. പിന്നീട് ഒരു പ്രാവശ്യം ഫ്ലഡിൽ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ഫ്ലഡ് വന്നു. അടുത്ത പ്രാവശ്യം കൊറോണ വന്നു. പിന്നെ ചെയ്തു. 2 ഫ്ലഡും ഒമിക്രോണും ഒക്കെ ഇട്ട് 4-5 വർഷം ശരിക്കും എന്റർടൈൻമെന്റ് ഫീൽഡ് ശരിക്ക് ആടിയായിട്ടുള്ള സമയങ്ങളിലൊക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ ചെയ്തില്ല. ഇനിയിപ്പോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമയുടെയും അല്ലാണ്ട് ബിസിനസ്സും ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഗ്യാപ്പിൽ നോക്കിയിട്ട് വേണം ഇനി ചെയ്യാനായിട്ട്. വലിയ ആഗ്രഹമുണ്ട്. കാര്യം ഒന്നുമില്ലെങ്കിൽ എനിക്ക് ആ പേരല്ലേ ഇട്ടേക്കുന്നേ. അപ്പൊ ജൂബിലി നിന്ന് പോരുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അത് തുടങ്ങേണ്ടതാണ്. തീർച്ചയായും നാടകം ഈ വലിയ അധ്വാനമുണ്ട് കേട്ടോ. നാടകം നടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രൂപ്പൊക്കെ നടത്തിയിട്ടുള്ള ആളുകൾക്ക് അറിയാവുന്ന ഒരു വലിയ അധ്വാനം അതിന്റെ ബാക്കിലുണ്ട്. അതിന്റെ ഒരു സിനിമ ഹിറ്റായ കിട്ടുന്ന പോലെയോ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ പ്രതിഫലം പോലെയോ ഒന്നുമുള്ള തിരിച്ചു കിട്ടലുകൾ ഭയങ്കര ഹിറ്റായെന്ന് പറഞ്ഞ നാടകത്തിനൊക്കെ ഒരു പരിധിയൊക്കെ ഉണ്ട്. നമ്മൾ മുടക്കുന്ന കാശ് തിരിച്ചു കിട്ടണമെന്നില്ല. ഇപ്പൊ 25 രൂപയൊക്കെ വരും ഒരു നാടകം തീരണമെങ്കിൽ. 25 നമ്മൾ ചെയ്യുന്ന നാടകത്തിന്റെ കോണ്ടന്റ് പോലെ ഇരിക്കും. ഒത്തിരി സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ വേണ്ടതാണെങ്കിൽ നല്ല പ്രൈസ് ആവും. റിഹേഴ്സലും ക്യാമ്പും വണ്ടിയൊക്കെ കൂടെ നല്ലൊരു 15 ലക്ഷം രൂപ. കാര്യം ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ, ഇതേപോലത്തെ ഇത്രയും LED വാളും സിസ്റ്റംസും കാര്യങ്ങളും ഒരുപാട് വേദികൾ പറഞ്ഞല്ലോ. പണ്ട് ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തില് പാലാരിവട്ടം അമ്പലം ഉത്സവങ്ങൾക്ക് നാടകം ഉണ്ടാവും. എളമക്കര, എട്ടുകാട്ടില്, അയ്യപ്പൻകാവ്, ഇവിടെ എല്ലായിടത്തും ഒരു നാടകം ഉത്സവത്തിന്, ഒരു നാടകം ഗാനമേള. ഇപ്പൊ പ്രസ്ഥാനമേ ഇല്ലല്ലോ, ഓഡിയൻസ് ഇല്ല. ആ ഓഡിയൻസ് അങ്ങനെ ഒന്ന് നിലത്തിരിക്കാനൊന്നും തറയിലിരിക്കാൻ തയ്യാറുള്ള ആൾക്കാർ, റെഡി ആയിട്ടുള്ള ആൾക്കാർ. ഞാനൊക്കെ കണക്കിന് നാടകം കണ്ടു. പാലക്കാട് പരിപാടിക്ക് പോകുമ്പോ പായ ചുരുട്ടി കൊണ്ടുവരുന്നവരുണ്ടായിരുന്നു. പാലക്കാടല്ല, എറണാകുളത്ത്. അതെ, പായ ചുരുട്ടി തന്നെ വരുന്നത്. പായുടെ കഷ്ണം കൊണ്ടുവരും. അല്ലാതെ പൊതുവെ കൾച്ചറായിരുന്നു അത്. രാത്രി നാടകത്തിന് പോകുന്ന പായ ചുരുട്ടി പോകുന്ന എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓഡിയൻസ് വരുന്നത് പായ ചുരുട്ടി വന്നു. അതോ അതിനിടെ മറ്റേ അട്ടാണിക്കടല വിൽക്കുന്ന ഒരാളുടെ ഒരു പാസിങ്ങും കാര്യങ്ങളും റെഡ് കർട്ടനും ഒക്കെ ആയിട്ട് താൻ പോയിട്ടുണ്ടോ നാടകത്തിന് ജുബില് എപ്പോഴെങ്കിലും? പിന്നെ ഞാൻ പോയിട്ടുണ്ട്. കൂട്ടത്തില് നാടക വണ്ടി പോകുന്ന നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ ഈ പോകുമ്പോഴേ കണ്ടാകുന്ന വണ്ടിയിലുണ്ടാകുന്ന ഇപ്പൊ ചേട്ടന്റെ പരിപാടികളൊക്കെ കാണുമ്പോഴേക്കും ഉണ്ടാകുന്ന കൂടുതൽ മുഹൂർത്തങ്ങൾ ചേട്ടൻ പറയുന്നത് എല്ലാം ഈ നമ്മള് വണ്ടിയിൽ പോകുമ്പോൾ അല്ലേ? അതെ. അപ്പൊ ഇതങ്ങനെ കുറെ കാര്യങ്ങൾ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ ഗ്യാപ്പിനൊക്കെ കയറി പോകുമായിരുന്നു നാടകവണ്ടിയിൽ. നമ്മുടെ എൻ്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിരുന്നു നാടകം. വീടിന്റെ മുറ്റത്തുനിന്നും കൂടെ പറയുന്നതിനകത്ത്. ഇപ്പൊ സിനിമ എത്ര എണ്ണം കഴിഞ്ഞു ജുബില്? ഞാനിപ്പോ ഒരു 36 സിനിമകൾ ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. മലയാളത്തിലും തമിഴിലുമായിട്ട്. തമിഴിൽ ചെയ്തു, 3 പടം ചെയ്തു. ഇപ്പൊ അടുത്തത് ശരത് കുമാർ സാറിന് ഓപ്പോസിറ്റ് വില്ലനായിട്ടൊരു പടം വിളിച്ചിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ഇയർ ജനുവരി കൊള്ളിച്ചതാണ്. പണ്ട് ബെന്നിച്ചേട്ടൻ ട്രൂപ്പ് എടുത്തിട്ടുണ്ടോ, നാടൻ ട്രൂപ്പ്? 15-ാം തീയതി നാടകം എന്ന് പറയുമ്പോൾ പുള്ളിക്ക് ടെൻഷനാ. കാരണം നാടകം ഉള്ള ദിവസം 1000 രൂപ കയ്യിന്ന് പിരിച്ചുവിടാനായിട്ട്. കൊച്ചിൻ മഹാത്മാ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കസിൻ ഉണ്ട്, ബേബിച്ചനും ഞാനും കൂടി ആണ്. ഞാൻ തന്നെ എഴുതി സംവിധാനം. കൊച്ചിൻ മഹാത്മാ, അത് കൊച്ചിൻ സിദ്ധാർത്ഥ, അത് ഞാൻ തന്നെ എഴുതിയ നാടകം. ഇത് ദേശീയ മൃഗം, ഡോക്ടറോട് ചോദിക്കാം, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നാടകങ്ങളാണ്. സലീമേട്ടന്റെ പെങ്ങടെ മോൻ ബിജു അതിൽ അഭിനയിച്ചിട്ടുണ്ടോ? ബിജു കൊച്ചിൻ സിദ്ധാർത്ഥയിൽ. ആർക്ക് ശ്രീനി ജയിക്കപ്പേട്ടൻ, ഞാൻ നേരത്തെ പറഞ്ഞ ജയിക്കപ്പേട്ടന്റെ ഒക്കെ ട്രൂപ്പായിരുന്നു. അപ്പൊ എന്താ പറയുക, നാടകമുള്ള ദിവസം നമുക്ക് ടെൻഷനാ.
അന്ന് കയ്യിൽ നിന്ന് 1000-2000 രൂപ കൂടി വെച്ചിട്ട് വേണം ട്രൂപ്പ് പിരിച്ചിടാൻ. മനസ്സിലായില്ലേ? അപ്പൊ ഇന്ന് നാടകം ഉണ്ടെന്ന് പറയുമ്പോ അയ്യോ. അത് ശരിക്കും ചെറിയ ട്രൂപ്പുകളാ കൂടുതലും. ഇവരുടെ എന്നൊക്കെ പറഞ്ഞാൽ ഈ അതിലെ സ്റ്റാറുകളാ. അതെ, നേച്ചർ ഒരു 10ഓളം ട്രൂപ്പുകൾ ഇവിടെ നിർബന്ധമായി ഇത്ര പ്രോഗ്രാം ചെയ്യും. അത് മാത്രമല്ല ഈ സ്റ്റേജ് നമുക്ക് 1000 വേണ്ട, നമുക്കൊരു 200 രൂപ ഉണ്ടെങ്കിൽ പിരിച്ചുവിടാം. അവരുടെ 1000 രൂപ വേണമായിരുന്നു, ഞങ്ങൾ മറ്റേ മേജർ ആയതുകൊണ്ട് 200 രൂപ മതിയായിരുന്നു. എന്നാലും ചെലവുണ്ട് അല്ലെ, വലിയ പാടാ നടത്തി. അല്ല, പുതിയ ട്രൂപ്പുകളാകുമ്പോ സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഇല്ലാത്തവർക്ക് എസ്റ്റാബ്ലിഷ് ആകാൻ വേണ്ടിയിട്ട് ഒരു ഏരിയയിൽ കളിക്കുക. അപ്പൊ തൃശ്ശൂർ കളിച്ചു കഴിഞ്ഞാല് അവിടെ ഇപ്പൊ ഒരു പാർട്ടി വരുമ്പോ നിസ്സാര കാശിനാണെങ്കിൽ ചിലപ്പോ ആ ബുക്കിംഗ് എടുക്കും. കാരണം അവിടെ കളിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ക്ഷേത്രങ്ങൾ പള്ളികളിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത്തരം ഏജൻസികൾ അവിടെ വരുത്തും. അപ്പൊ ആ റേറ്റ് നോക്കാതെ അവിടെ കളിക്കും. അപ്പൊ കയ്യിൽ നിന്ന് കാശ് വെക്കേണ്ടി വരും. അങ്ങനെയുള്ള പരിപാടികളാണ് വേണ്ടത്. ഇപ്പൊ ബെന്നിച്ചേട്ടൻ ആദ്യമായിട്ട് എഴുതിയ ഫസ്റ്റ് ബെൽ എന്ന് പറയുന്ന സിനിമയില് അച്ഛൻ ഇതല്ലേ നാടക ട്രൂപ്പിന്റെ? അതെ 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 അതെ, രാജേട്ടന്റെ ക്യാരക്ടർ അതും നാടക ബേസിലാണത്. അതായത് നാടക ട്രൂപ്പ് ിലുള്ള ആ ഒരു നാടക വണ്ടി, വക്കച്ചനോ അങ്ങനെ, വക്കച്ചൻ. അപ്പൊ നാടക ട്രൂപ്പ് നടത്തുന്ന നാടക മുതലാളിയായിട്ട് തന്നെയാണ് രാജൻ ചേട്ടന്റെ റോള്, വക്കച്ചൻ എന്ന് പറയുന്നത്. അപ്പൊ ട്രൂപ്പിൽ നടക്കുന്ന തലവേദനകളും പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ അകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ നാടക വണ്ടി പോയിട്ട് ഒരു സ്ഥലത്ത് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടാവുന്ന വിഷയങ്ങളാണ് അതിന്റെ പ്രധാന വിഷയമായിട്ട് മാറുന്നത്. അപ്പൊ രാജേട്ടന്റെ ക്യാരക്ടർ രാജേട്ടന്റെ ഒരു ആത്മകഥാംശം പോലെ തന്നെ ഉണ്ടാക്കിയ ക്യാരക്ടറാണത്. നിങ്ങൾ വളരെ ചെറുപ്പത്തിൽ ഈ നാടകം എന്ന് പറഞ്ഞു നമ്മുടെ സ്കൂളിലൊക്കെ പോകുമ്പോൾ അന്ന് ഈ സിനിമാ നടന്റെ മോൻ എന്നുള്ള ഒരു പ്രിവിലേജോ കാര്യങ്ങളോ ഒക്കെ ആരെങ്കിലും ചോദിച്ചിരിക്കുമായിരുന്നോ? അതോ ഈ അച്ഛൻ വില്ലനായിരുന്നല്ലോ? അതെ അതെ, അതൊക്കെ കൂട്ടുകാരൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുമോ ആ സമയത്ത് സിനിമ കണ്ടിട്ടൊക്കെ? എനിക്ക് ഓർമ്മ, എന്റെ കുഞ്ഞിൽ എനിക്കൊന്നും ഞാൻ UKG മറ്റു പഠിക്കുമ്പോഴാണ് ഇന്ദ്രജാലം സിനിമ നടക്കുന്നത്. അപ്പൊ അന്ന് തൊട്ട് എല്ലാവർക്കും ഈ ഇന്ദ്രജാലത്തിലെ വില്ലനോട് അങ്ങനെ ഒരു വെറുപ്പുണ്ടാവുന്ന ഒരു വില്ലനല്ലല്ലോ, ചെറിയൊരു ഇഷ്ടവും കൂടി അയാൾക്കൊരു ഹ്യൂമറൊക്കെ ഉണ്ട്. അതെ 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 അതെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു അങ്ങനെ ഒരു വെറുപ്പുണ്ടായിട്ടില്ല. എന്നാലും ഭയങ്കര ഭയങ്കര കട്ട മോഹൻലാൽ ഫാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വന്ന് പറയും, നിന്റെ അപ്പനെ പിന്നെ കണ്ടോളാട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമം, ഇനി നമുക്ക് ടെൻഷനുണ്ട്, ഇനി വഴിയിഴങ്ങാനും വെച്ച് ഇടിക്കൂ, ഇനി അപ്പന് വെച്ചേക്കുന്നത് എനിക്കിട്ട് കിട്ടുമോ എന്നൊക്കെയുള്ള അങ്ങനത്തെ ചെറിയ ടെൻഷനൊക്കെ കൊച്ചിലെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി ഭയങ്കരമായിട്ട്. അതാ അന്നോട്ട് ഇന്ന് വരെ ഇന്നിപ്പോ സീറ്റിലിരിക്കുമ്പോ വരെ ആ ഒരു പ്രിവിലേജിലാണല്ലോ. അതെ. അച്ഛൻ്റെ കൂടെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടോ സിനിമകള്? സിനിമ കണ്ടിട്ടുണ്ടോ ചോദ്യം അങ്ങനെയല്ല, നമ്മുടെ അച്ഛൻ അഭിനയിച്ച സിനിമകൾ കൊണ്ടുപോയി കാണിക്കുന്ന അദ്ദേഹത്തിന് അങ്ങനെ തിയേറ്ററിൽ പോകാനൊക്കെ പറ്റുമായിരുന്നോ? ഒരു സമയത്തൊക്കെ വലിയ പാടായിരുന്നു. കാര്യം ഒരു മിഡ് 90s നല്ല തിരക്കായിരുന്നു. അങ്ങനെ തിയേറ്ററിൽ പോകുന്ന ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ തൊമ്മനും മക്കളൊക്കെ ഞങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ടത്. അത് ഭയങ്കരമായിട്ട് പടം കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരെടുത്ത് പൊക്കി ഇങ്ങനെ ചേർത്തലയിൽ അങ്ങനെയൊക്കെ ആയിരുന്നു ആ സിനിമയുടെ ഓർമ്മയുള്ളത്. പിന്നെ കരിമാടിക്കുട്ടന് അങ്ങനെയുള്ള സിനിമകളൊക്കെ പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ വളരെ അപൂർവമായിട്ട് അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഈ നാടകം ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു, സിനിമ നമ്മൾ പോകണമല്ലോ. ഞാൻ തിയേറ്ററിൽ പോയി എന്ന് ചോദിച്ച പോലെ തന്നെ ലൊക്കേഷൻ അനുഭവങ്ങൾ ഏതാണ്? ഏതൊക്കെ പടങ്ങളിൽ പോയിട്ടുണ്ടാവും ചെറുപ്പത്തിലൊക്കെ? ആദ്യം പോയ ലൊക്കേഷൻ ഏതാണ്? എൻ്റെ ഓർമ്മയിലുള്ളത് ഏറ്റവും ആദ്യത്തെ ഞാൻ കണ്ട ലൊക്കേഷൻ ലാൽ സലാമിൻ്റെ ലൊക്കേഷനായിരുന്നു. അതൊരു ചെറിയൊരു ഓർമ്മയുള്ളൂ, വളരെ ചെറിയൊരു ഓർമ്മ. പിന്നെ കുറച്ച് ഓർമ്മയുള്ളത് ആയിരപ്പറയുടെ ലൊക്കേഷനിൽ. പിന്നെ നല്ല ഓർമ്മയുള്ളത് തൊമ്മനും മക്കളുമായിരുന്നു. ആയിരപ്പറ കഴിഞ്ഞാൽ പിന്നെ അത്രേ ഉള്ളൂ. അതിനിടയ്ക്കൊക്കെ അങ്ങനെ വളരെ അപൂർവമായിട്ടൊക്കെ ഉള്ളൂ. പക്ഷെ ഞാൻ പോയിട്ടില്ല, ഞാൻ ഒട്ടും തന്നെ പോയിട്ടില്ല സിനിമ സെറ്റിലൊക്കെ. ഞാൻ ആ പടം കണ്ടേക്കുന്നത്. പിന്നെ സ്റ്റേജ് ഷോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കൊണ്ടുപോകായിരുന്നു, അതിനൊക്കെ കൂടെ പോകും, കാണും. ഇനി രാജൻ പി ദേവ് സാറിന് ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള, ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള പ്രിയപ്പെട്ട സംവിധായകൻ രാജസേനൻ സാർ, അദ്ദേഹത്തെ ഓർക്കുന്നു. രാജൻ പി ദേവ് എന്ന് പറയുന്ന ആക്ടർ നാടകരംഗത്തെ ഒരു കിങ് ആയിരുന്നു എന്ന് തന്നെ പറയാം, ഒരു കിങ് സ്റ്റാർ ആയിരുന്നു എന്ന് തന്നെ പറയാം. അദ്ദേഹം സിനിമയിലേക്ക് കടന്നു വന്നിട്ട് എനിക്ക് പെട്ടെന്ന് ആ കാലഘട്ടത്തിൽ ഞാൻ പെട്ടെന്ന് ഏത് സിനിമകളിലൊന്നും അദ്ദേഹം ഇല്ലായിരുന്നു. പക്ഷെ ഈ അനിയമ്പാവ ചേട്ടമ്പാവയുടെ ഡിസ്കഷൻ സമയത്ത് ഈ പേര് കടന്നു വന്നു. പ്രത്യേകിച്ചും കാട്ടുകുതിര നാടകത്തിലെ അദ്ദേഹത്തിൻ്റെ കൊച്ചുവാവ എന്നോ അങ്ങനെ എന്തോ പേരുള്ളൊരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തിരുന്നത്. ആ കഥാപാത്രത്തിൻ്റെ ഒരു മെരിറ്റ് വളരെ വലുതാണ്. അപ്പോൾ അതിനകത്തും റാഫി മെക്കാട്ടിനും ഞാനും കൂടെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അനിയമ്പാവ ചേട്ടമ്പാവയിൽ ഒരു റോള് തീർച്ചയായിട്ടും രാജൻ പി ദേവ് തന്നെയായിരിക്കും നല്ലത്. കാരണം ഏത് ഭാഷയും അദ്ദേഹത്തിൻ്റെ നാവിൽ കൂടി വഴങ്ങും. അനിയമ്പാവ ചേട്ടമ്പാവയിലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും പ്രസൻസും അത്യപൂർവമായിരുന്നു. പിന്നെ അങ്ങോട്ട് സത്യഭാമയ്ക്കൊരു പ്രേമലേഖനത്തിലും വളരെ പ്രധാനപ്പെട്ട റോളായിരുന്നു. പിന്നെ ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കം. രാജൻ പി ദേവ് എന്ന് പറയുന്ന ആക്ടറുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം വില്ലൻ ക്യാരക്ടർ മനോഹരമായിട്ട് ചെയ്യും, അതുപോലെ ഹ്യൂമർ ചെയ്യും. ഇപ്പോൾ അനിയമ്പാവ ചേട്ടമ്പാവയിൽ ആക്ച്വലി അവരൊരു വില്ലനിക്കാണെങ്കിൽ പോലും ടോട്ടൽ ഹ്യൂമറാണ്.
അതിനകത്ത് മറ്റാര് ഹ്യൂമർ ചെയ്തിരിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രസാദ് സാറും രാജൻ ബി ദേവുമാണ് ഹ്യൂമർ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി അവർ ഹ്യൂമർ ചെയ്യുന്നില്ല, ആ സീക്വൻസ് എല്ലാം ഹ്യൂമറസ് ആണ്. പക്ഷെ അത് ഉൾക്കൊണ്ട് അദ്ദേഹം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ഉന്നതനായ വളരെ വ്യത്യസ്തനായ ഒരു നടൻ തന്നെയായിരുന്നു രാജേട്ടൻ. ഇപ്പം രാജാന സാർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വില്ലന് ഹ്യൂമർ എന്ന് പറയുന്നത് ഒരു രണ്ടഡ്ജി നിൽക്കുന്ന, അതെ അതെ, ഇടയിൽ എവിടെയല്ല, രണ്ടറ്റത്ത് നിൽക്കുന്ന, അത് രണ്ടും ഒരുപോലെ ചെയ്തിരിക്കുന്ന ഒരു സിനിമയിൽ തന്നെ അങ്ങനത്തെ ക്യാരക്ടറുകൾ ഇഷ്ടംപോലെ. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ പാണ്ടിപ്പടയിലെ കറുപ്പയ്യ എന്ന് പറയുന്ന കഥാപാത്രല്ലേ, പുള്ളി ഭയങ്കര പ്രശ്നക്കാരനാ ശരിക്കും. ഭയങ്കര അണ്ണൻ തമ്പിയില് അങ്ങനത്തെ ക്യാരക്ടർ തന്നെയാണ്. ഗുണ്ട സംഘം ഉണ്ട്, സ്വന്തമായിട്ട് സംഘവും ഗുണ്ടയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചിരി വരുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആ സമയത്ത് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. അല്ല, അത്രയും വില്ലനായിട്ട് നിന്നിട്ട് ദിലീപേട്ടൻ മറ്റേ തിരിച്ച് ഹിന്ദിയിലോ മറ്റേ സംസാരിച്ചു പറയുമ്പോ തിരിച്ച് ഇപ്പറോടെ കറങ്ങി നവീടുക്കേണ്ടി വരും. വണ്ടി എടുക്കട്ടെ പളെ, പുള്ളി തകർന്നു പോകും അവിടെ, വില്ലനീസ് ഒക്കെ പോയി. ഉണ്ട്. പിന്നെ ഞാൻ ഏതോ ഒരു പടത്തില് അദ്ദേഹത്തിന്റെ ഞാൻ ഒന്ന് രണ്ടോ ഒരു ഈശ്വരുണ്ട്, ഈശ്വര എന്ന് പറയുന്ന ഭയങ്കര രസമായിട്ട് പറയുന്ന അനിയമ്പാവ ചേട്ടൻ തന്നെ ഇവരൊരു വളരെ ഒരു സീരിയസ് സീൻ കഴിഞ്ഞിട്ട് അനിയമ്പാവ, അതായത് രാജേട്ടൻ പോയിട്ട് ചേട്ടൻബാവനോട് പറയുന്നുണ്ട്, ചേട്ടാ ഞാൻ പോയിട്ട് കത്തെഴുതാം, വിവരത്തിന് കത്തെഴുതാം പറയുമ്പോൾ പുള്ളി പറയും, നിനക്ക് എഴുത്തും വായന അറിയില്ലല്ലോ, അല്ല നിനക്ക് അതിന് എഴുതാൻ അറിയില്ലല്ലോ എന്ന് പറയും. ചോദിക്കുമ്പോൾ പറയും, ചേട്ടന് വായിക്കാനും അറിയില്ലല്ലോ പറഞ്ഞിട്ട് അത് ലൈറ്റർ ആക്കാം. അത് നമ്മൾ നേരത്തെ ഈവൻ തൊമ്മന മക്കളില് നീ പഠിച്ചവനാ, അത് വളരെ സീരിയസ് ആയിട്ടാണ് അത് അത്രയും സെന്റിമെന്റ്സ് ഉള്ള ഒരു തിയേറ്ററിൽ വല്ലാതെ പഠിപ്പില്ല. അപ്പൊ 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എന്നേക്കാൾ പഠിപ്പും വിദ്യാഭ്യാസം ഉള്ളത് നിങ്ങൾക്കാ, നീ 3ാം ക്ലാസ് പാസ്സായതാ വളരെ വളരെ സെന്റിമെന്റ്സ് പറയുന്നത്. അയാള് ജെനുവിനായിട്ടാണ് അയാള് നോക്കുമ്പോ അയാളെക്കാൾ പഠിച്ചേക്കുന്നത് മക്കളാണ് 3ാം ക്ലാസ് ആണെങ്കിലും. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ചോട്ടാ മുംബൈയിലെ പാമ്പെന്ന് പറയുന്നൊരു കഥാപാത്രം, ആ ഒരു വിസിലടിക്കുന്നുണ്ടല്ലോ, ആ വിസിലടിച്ചിട്ട് വിളിക്കുന്ന പോലെ, അത് രായേട്ടൻ അന്നേരം ഷോട്ടിന്റെ സമയത്ത് പുള്ളി കയ്യിൽ നിന്ന് ഇട്ടതാണ്. അങ്ങനെ ആ വിസിലടിച്ചിട്ട് പറയുന്ന ലൈനിലുള്ള മകളെ വിളിക്കുന്നതും ഇതൊക്കെയാണ്. നല്ല തിരക്കുള്ള സമയത്തും ഞാൻ ഈ പറഞ്ഞ ഈ സ്റ്റേജ് സിനിമ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഏതോ ഒരു പോയിന്റിലുണ്ട് ടെലിവിഷൻ എന്ന് പറയുന്ന മീഡിയം. അവിടെയും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിരുന്നു. ചെയ്ത സീരിയലും അല്ലേ, പൊന്നമ്മ ചേച്ചിയുടെ അല്ലേ ചെയ്തിട്ടുള്ളത് തന്മനസ്സുള്ളവർക്ക് സമാധാനം സീരിയൽ. ആ സീരിയൽ ആദ്യം തുടങ്ങിയപ്പോൾ മുതൽ എന്നെ കണ്ട ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്തു. എനിക്കും അതിനകത്ത് അഭിനയിക്കുന്നോടി എന്ന് പറഞ്ഞു, എന്നോട് അങ്ങോട്ട് പറഞ്ഞു, എനിക്കും അഭിനയിക്കുന്നോടി ആ സീരിയൽ എന്ന് പറഞ്ഞു. അന്ന് എല്ലാവരും കാണുന്ന സമയമല്ലേ, അപ്പോൾ അങ്ങനെ വന്ന് അതിനകത്ത് അവർ ഏഷ്യാനെറ്റുകാർ വിളിച്ച് അങ്ങനെ പോയി അഭിനയിച്ചാണ് തന്മനസ്സുള്ളവർക്ക് സമാധാനം. പിന്നെ സ്ത്രീ സീരിയലുണ്ടായിരുന്നു, അതിനകത്തുണ്ടായിരുന്നു രായേട്ടന്. ആ സമയത്ത് ഞാൻ 2 കഥാപാത്രം ചെയ്യുന്നുണ്ടായിരുന്നു ആ സീരിയലിൽ. 7 മണിക്ക് ഇത്തിരി കുശുമ്പും ഡബിൾ പ്ലേ കളിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു 7 മണിക്കത്തെ എൻ്റെ ക്യാരക്ടർ. 9 മണിക്ക് സമയം എന്ന് പറഞ്ഞ സീരിയലിൽ പാവം ഒരമ്മയായിട്ട്, നല്ലൊരമ്മ. അപ്പം എൻ്റെ അടുത്ത് രായേട്ടൻ പറയായിരുന്നു, എടി നിനക്ക് ഈ 2 ക്യാരക്ടർ നിനക്ക് സിനിമയ്ക്ക് ഗുണം ചെയ്യുമെന്ന് പറയാൻ രായേട്ടൻ. രണ്ടിൻ്റെ അന്ന് ആർക്കും അറിയില്ല ഞാനിങ്ങനൊരു ഹ്യൂമർ, എനിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ ദൈവം എവിടെ നിന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ. ഞാനൊരിക്കലും ഹ്യൂമർ ചെയ്യുന്നെന്ന് വിചാരിച്ചൊന്നും സിനിമയിൽ വന്ന ആളല്ല. എവിടെയെങ്കിലും ഒരു അമ്മ വേഷമൊക്കെ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ രാജേട്ടൻ്റെ ഒക്കെ പറയുന്നത് പോകുന്ന രീതിയിലാണ് ഞാൻ വരുന്നത്. പക്ഷേ എന്നെ ദൈവം വേറെ രീതിയിലോട്ട് മാറ്റി. അതിനുള്ള ഒരാളൊക്കെ ഇരിക്കുന്നു ഒക്കെ നല്ല കഥാപാത്രങ്ങൾ തന്ന്. ബെന്നി മേരിക്കുണ്ട് കുഞ്ഞാട്, ഡയറക്ടർ മേരിക്കുണ്ട് കുഞ്ഞാട്, പിന്നെ വാഴുന്നവരൊക്കെ നല്ല കഥാപാത്രങ്ങൾ തന്നിട്ടുള്ളതാണ്. ബെന്നിയൊക്കെ ആയാലും ഷാഫി സാറൊക്കെ ആയാലും. അപ്പോൾ അന്നേരനായിട്ടും പറയായിരുന്നു, രായേട്ടൻ്റെ നാവ് പൊന്നായി, അതൊക്കെ എനിക്ക് ഗുണം ചെയ്തു. അത് അന്നൊന്നും ഇത്ര നമുക്ക് വേറൊരു സിനിമ ചെയ്ത് കാണിക്കുന്ന ഒന്നും എനിക്കതങ്ങ് വന്നില്ല. ചെയ്ത് കാണിച്ചൊക്കെ മിനിസ്ട്രിയിലായിരുന്നു, അതെല്ലാവരും കാണുന്ന സമയമായിരുന്നു. ഇപ്പോൾ ആരും കാണാറില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോഴത്തേക്ക് അതിലോട്ടായി ആൾക്കാർ കംപ്ലീറ്റ്. പിന്നെ രായേട്ടനെ സംബന്ധിച്ചെന്ന് പറയാൻ, രായേട്ടൻ ഭയങ്കര കുടുംബസ്നേഹിയായിരുന്നു. എവിടെ പോയാലും ചാന്തമ്മയും മക്കൾ, ഇത് കാര്യം എപ്പോഴും പറയാറുള്ളത്. പക്ഷേ എനിക്ക് എപ്പോഴും ഞാൻ വല്ലപ്പോഴും സങ്കടപ്പെടാറുണ്ട്, രായേട്ടനെ എടി ഞാൻ മരിച്ചു പോയാൽ നീ ചാന്തമ്മേനൊക്കെ വിളിച്ചേക്കണം കേട്ടാ എന്നോട്. ഞാൻ പറഞ്ഞു, പിന്നെ അങ്ങ് മരിക്കുമല്ലയോ, എല്ലാവരും അങ്ങ് മരിച്ചങ്ങ് പോകുമല്ലയോ എന്നൊക്കെ ഞാനങ്ങ് ദേഷ്യപ്പെട്ടു. പക്ഷെ രായേട്ടൻ അത്രയും ഒരു വയ്യാതിരിക്കാന്നൊരവസ്ഥ നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ ബ്ലാക്ക് ഹാറ്റ് എന്ന് പറഞ്ഞൊരു പടം സുരേഷ് ഗോപിയുടെ ഒപ്പം ഞാൻ അഭിനയിക്കുമ്പോൾ സിഗരറ്റ് വലിക്കുമ്പോൾ സുരേഷേട്ടൻ വന്നു
എടുത്ത് ദൂരെ കളയും. എടാ കളയില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചമ്പളൊക്കെ ഇടും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പോയി അകത്തിരുന്ന് അപ്പോൾ ശാന്തേച്ചി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സിഗരറ്റ് വലിക്കുന്ന ഒന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയേക്കണേ, വലിക്കുന്ന ഡോക്ടർ പറഞ്ഞേക്കുന്നേ, സുരേഷേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സുരേഷേട്ടൻ വന്നതൊക്കെ എടുത്ത് കളയും. വന്നിട്ട് ഞാൻ ആടേതേ രായേട്ടൻ സിഗരറ്റ് വലിക്കുന്നുണ്ടേ എന്നെ അവിടെ ചീത്ത വിളിക്കും രായേട്ടൻ. അങ്ങനെ എന്നെ പറയാം, എന്നെ ഒരു എനിക്ക് എന്താ പറയുക, എനിക്ക് പറയുമ്പോൾ സങ്കടം വരും. രായേട്ടൻ ഒന്നും ഇല്ലെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എവിടെയോ ഷൂട്ടിംഗ് സ്ഥലത്ത് എവിടെയോ ഉണ്ട് രായേട്ടൻ. ജൂബിലി ഇപ്പം അമ്മയെ പറ്റി പറയാണ്ട് ഞാൻ ചെയ്യണം. അതായത് ഇങ്ങനെ ഒരു വീടിനടുത്തൊരു നാടക ക്യാമ്പ് നടത്തുക. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ 2 അതിഥി വരിക എന്ന് പറയുന്നത് തന്നെ ഇത്രയും ഓർഡർ ചെയ്യാവുന്ന ഹോട്ടൽ സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ ഉള്ളൊരു കാലത്ത് തന്നെ സത്യത്തിൽ ഈ കോളിംഗ് ബെല്ല് കേൾക്കുമ്പം പേടിയുള്ളൊരു കാലത്തിലേക്ക് നമ്മളിപ്പോൾ എത്തി. ഇവിടുന്ന് ബാക്കിലോട്ട് ആ ഒരു സമയത്ത് എപ്പോഴും ആളുള്ള ഒരു വീടായിരിക്കുമല്ലോ അത്. എന്താ ഈ ട്രൂപ്പ് വണ്ടിയൊക്കെ തിരിച്ച് വീട്ടിലോട്ടാണോ വരുന്ന? ഒരു ഓഫീസ് ഉണ്ടായിരുന്നോ വേറെ? അല്ല, സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് വേറെ ഒരു ഓഫീസും സ്റ്റേ ഉണ്ടായിരുന്നു. നേരത്തെ അങ്കിള് പറഞ്ഞ മറ്റേ മുനിസിപ്പൽ ലോഡ്ജ് ചേർത്തലയിലെ അവിടെ ആയിരുന്നു അവർക്കെല്ലാം റൂം എടുത്ത് വെച്ചത്. അതിനുശേഷം ചേർത്തലയിൽ ഞങ്ങളൊരു പ്രോപ്പർട്ടി മേടിച്ചു നാടകത്തിന് വേണ്ടി മാത്രം. അവിടെ വലിയൊരു ഓഡിറ്റോറിയം പണിതു. അതിന്റെ 2 സൈഡിലും ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ക്യാമ്പും കാര്യങ്ങളും ഫെസിലിറ്റീസും. അതായത് ഇപ്പോൾ അവർക്കൊരു ഒരാഴ്ച നിൽക്കണമെങ്കിൽ പോലും അവിടെ ഫുൾ അതിൽ നിൽക്കാനുള്ള കിച്ചണും കാര്യങ്ങളും എല്ലാമായിട്ട്. ആ കോമ്പൗണ്ടിന്റെ തൊട്ട് ചെന്നൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു. ആ ഗസ്റ്റ് ഹൗസ് ആണ് കുറച്ചുകൂടി വലുതാക്കി ഞങ്ങൾ വീടാക്കിയിട്ട് ഞങ്ങളും ആ കോമ്പൗണ്ടിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പം അങ്ങനെ എപ്പോഴും ആളുണ്ടാവും. നാടകം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ വെളുപ്പിന് വന്നിട്ട് ആ സമയത്തൊക്കെ ചിലപ്പോൾ വണ്ടി കിട്ടത്തില്ല. അതുകൊണ്ട് ഇവർ ക്യാമ്പിൽ വന്നിട്ട് പിറ്റേന്ന് രാവിലെ പയ്യെ പോയാൽ മതി എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ അവർക്ക് പിറ്റേന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ എത്ര പേരുണ്ടാകും എന്നുള്ളത് രാവിലെ മനസ്സിലാക്കി അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കും. അയ്യോ, അങ്ങനെ ജൂബിലിയിൽ അങ്ങനെ ഒരു അവർ പുറത്തുനിന്ന് കഴിക്കണം, അങ്ങനെ ചില ട്രൂപ്പുകളുണ്ട്. അത് ക്യാമ്പ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ചിലവൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷെ നമ്മുടെ അങ്ങനെയല്ല. നാടകം കഴിഞ്ഞ് രാത്രി കഴിഞ്ഞ ഉത്തരവാദിത്തം ഫലത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. അതെ അതെ. പിന്നെ വീണ്ടും ഇതുണ്ട്, ചിലർക്ക് പണ്ട് സ്പോട്ടിൽ വരുന്നതിന് പൈസയില്ല, ഓഫീസിൽ നിന്ന് പുറപ്പെട്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ, ഇടയിൽ നിർത്തുന്നതിനും പോകുന്നതിനും ഒക്കെ. അത് പക്ഷെ ട്രൂപ്പിനൊക്കെ ഒരു കാലത്ത് അത്രയും ചായക്ക് 10 രൂപ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 2ാമത്തെ മീൻ വറുത്തത് മേടിച്ച ട്രൂപ്പിന്റെ ഉത്തരവാദിത്തത്തിലല്ല, ഒന്നെന്ന് പറയുന്ന സമയമുണ്ട്. അവിടെ ഈ രാജേട്ടനെ പോലുള്ള ആളുകൾ സിനിമയിൽ നിന്നും മറ്റും പണം സമ്പാദിച്ചിട്ട് ഇവിടെ കൊണ്ട് ചെലവാക്കും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. നാടകം മാത്രം നടത്തി ജീവിക്കുന്ന നമ്മൾ ആരെയും നാടകത്തിൽ പ്രതി ആരും പറയാൻ അത്രേ അതിന് ലാഭത്തിന് വേണ്ടിയല്ല വരുമാനം ഉള്ളൂ. അത് വെച്ച് ചെയ്യുന്നതിനകത്ത് എല്ലാവർക്കും അത്രയും സൗകര്യങ്ങൾ കൊടുത്തു വിടാൻ പറ്റൂല. ഇതിപ്പം മറ്റൊരു ജോലി, ഞാൻ കുറെ കൊല്ലം സലീം കുമാറേട്ടൻ്റെ ട്രൂപ്പിലായിരുന്നു. ഈ സലീമേട്ടൻ സിനിമാ നടൻ, ഇതിന്റെ ഓണർ സിനിമാ നടനായതുകൊണ്ട് ചില സ്ഥലത്ത് നമ്മൾ രാത്രി കഴിക്കാൻ പോയി കഴിയുമ്പോൾ അവര് ഉച്ചത്തെ അന്നദാനം കഴിഞ്ഞതൊക്കെ എടുത്ത് എവിടുന്നേലും വെച്ച് കഴിച്ചിട്ട് കഴിയുമ്പം നിങ്ങൾ ഹോട്ടലിൽ കഴിച്ചോ പറഞ്ഞിട്ട് പോകുന്ന പറയാവുന്ന ഒരു ഓണർ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു ട്രൂപ്പിന്റെ ഭാഗ്യമാണ്, അല്ലേ? ഓഡിറ്റോറിയം ബിൽഡിങ്ങും പണിത് കൊടുക്കുന്ന ട്രൂപ്പിനോടൊരു കെയറിങ്, നാടകത്തിലുള്ളവരോട് കെയറിങ് ആണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ എയർബസ്, ഒരു ട്രൂപ്പിന് എയർബസ് വിത്ത് പുഷ് ബാക്ക് സീറ്റ് എടുത്തത് ജൂബിലി ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയത്തില്ല വേറെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളത്. സ്വന്തമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലായിരിക്കും പുഷ് ബാക്ക് സീറ്റ്. അതെ അതെ, സ്വന്തം വണ്ടി. അന്ന് ഏഷ്യർ എന്ന് പറഞ്ഞ കമ്പനി ഇവിടെ ഇന്ത്യയിൽ വന്നിട്ടേ ഉള്ളൂ. അവരുടെ ഒരു വണ്ടി എടുത്ത് അതിന് എയർ സസ്പെൻഷനൊക്കെ കയറ്റി പുഷ് ബാക്ക് സീറ്റ് ആക്കി. അതായത് 32 സീറ്റിന്റെ വണ്ടി എടുത്തിട്ട് 22 സീറ്റ് ആക്കി, അത്രയും സ്പേഷ്യസ് ആക്കി, റിലാക്സ് ആക്കിയിട്ട് പുഷ് ബാക്ക് സീറ്റ് ആക്കിയിട്ട് മറ്റേ ഫുഡ് റെസ്റ്റ് ഉൾപ്പെടെ വെച്ചിട്ട്. അപ്പോൾ അടിച്ചും പറഞ്ഞു, ഞാനൊക്കെ പണ്ട് നാടകം കഴിഞ്ഞ് വന്നിട്ട് ഈ സീറ്റിൽ, അന്ന് മറ്റേ ഇങ്ങനെ സ്കൂൾ ബസ്സിന്റെ കൂട്ട് സീറ്റാണല്ലോ പണ്ടത്തെ വണ്ടി, ഇതിലിരുന്നൊന്ന് ഉറങ്ങാൻ ഭയങ്കര പാടുപെടുമായിരുന്നു. പക്ഷെ എൻ്റെ സ്റ്റാഫ് അത് അങ്ങനെ അനുഭവിക്കരുത്, അവർ സുഖമായിട്ട് ഉറങ്ങി ഇവിടെ വരണം, തിരിച്ച് ക്യാമ്പിലോട്ട്. അങ്ങനത്തെ ഒരു മുതലാളി ഉണ്ടാവല് വലിയ ഭാഗ്യമാണ്. ഞാനൊരു ട്രൂപ്പിലൊരിക്കൽ 1 കൊല്ലം കളിച്ചതിനകത്ത് വണ്ടിക്കകത്ത് മുഖത്തോട് മുഖം നോക്കിയിരിക്കണം, നടുക്കലത്തെ സീറ്റ് ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടുന്ന് കാസർഗോഡ് വരെയൊക്കെ വേർത്തിന്റെ മുഖം കണ്ടുകൊണ്ട് പോകണം. അത് നമ്മൾ 3-4 ദിവസം ഉറക്കം നിൽക്കുന്ന കാരണം ബ്ലഡ് പ്രഷർ കൂടിയിട്ട് ഒന്ന് പറഞ്ഞ് 2ാമത്തേന് ദേഷ്യവും ഇടി ഉറങ്ങിയിട്ട് കാലെടുത്ത് മറ്റവന്റെ മടിയിലേക്ക് വെക്കും. അവൻ രാത്രി ഇടിക്കും. പിന്നെ പട്ടയെന്ന് പറഞ്ഞ് വണ്ടിക്കകത്ത് കിടന്ന് ഇടിയും വേളുമായിട്ട് പോയിട്ട് അവസ്ഥയുണ്ട് അവിടെ. ഒപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ അമ്മയുടെ ഒരു എഫേർട്ട് നമ്മൾ പറയാതെ പോകാൻ പറ്റില്ല കേട്ടോ, ഇത്രയും. കാരണം പിന്നെ സിനിമയിലാണെങ്കിലും അന്നൊക്കെ നല്ല ട്രാവലില്ലേ, വീട്ടിൽ വരെ അത്ര ഫ്രീക്വന്റ് ആയിരിക്കുമല്ലോ ഒരു സമയത്ത്. ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഓർത്ത്, അതായത് ഈ ട്രൂപ്പിൽ എപ്പോഴും നമ്മൾ നല്ല കഴിവുള്ള ആർട്ടിസ്റ്റിനെ നോക്കിയാണല്ലോ വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ ആരെങ്കിലും ഒരാൾ ഇത്തിരി ദേശീയക്കാരനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എത്ര നോക്കിയാലും ആരെങ്കിലും ഒരു കൊല്ലം ഒരു പ്രശ്നക്കാരൻ വെച്ച് ഉണ്ടാകണം. അപ്പോൾ ഈ ട്രൂപ്പ് സെക്രട്ടറി ആയിട്ട് അടിച്ചാൽ അയാളെ പിടിച്ചാക്കിക്കളയും. പിന്നെ പുള്ളിക്കാരോട് മഴക്കിടാൻ പറ്റില്ലല്ലോ, അതിന് പുള്ളിനെ ഏൽപ്പിച്ചേക്കണല്ലോ. എന്തെങ്കിലും മഴക്കുണ്ടായ പുള്ളിയാണ്, നിങ്ങളങ്ങനെ ചെയ്യരുത്, എൻ്റെ ഉത്തരവാദിത്വമാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അതിൽ ഇടപെട്ട് നന്നായി പൊക്കുള്ളൂ. അങ്ങനത്തെ കുറെ ഈ കൊനിഷ്ഠ പിടിച്ച കുറച്ച് ബുദ്ധിയൊക്കെ കാണിക്കുമായിരുന്നു. അമ്മ ഇതിലേതിലെങ്കിലും അഭിപ്രായം പറയുകയോ ചോദിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു നാടകത്തിലോ
സിനിമയിലോ അഭിനയത്തെ പറ്റിയോ ഒക്കെ അതിന്റെ ഒരു നമ്മൾ വീട്ടിൽ പറഞ്ഞു കേൾപ്പിക്കുകയോ ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതോ 100% വീട്ടമ്മയായിരുന്നോ? ഇല്ല, നാടകം കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് അഭിപ്രായം പറയും. നാടകം ഇനാഗ്രേഷന്റെ സമയത്ത് ചേച്ചി വന്ന് കാണാറുള്ളൂ. ആ. അതുവരെ റിഹേഴ്സൽ ക്യാമ്പിലോട്ട് അധികം പകുതി വെച്ചൊന്നും കാണുമൊന്നുമില്ല. ആ. മൊത്തത്തിൽ കാണാന്നുള്ള രീതിയിൽ ഇനാഗ്രേറ്റ് ചെയ്യുമ്പോൾ മൊത്തം നാടകം കണ്ടു കഴിഞ്ഞാൽ ഇത് ഓടുമെങ്കിൽ ചേച്ചി അപ്പോൾ പറയും, ആ ഈ പ്രാവശ്യം നാടകം കൊളുത്തും, അല്ലെങ്കിൽ അത്ര പോരട്ടാന്ന് കൃത്യ അഭിപ്രായം പറയുമായിരുന്നു. ആ. അങ്ങനെയുള്ളൊരു ജഡ്ജ്മെന്റ് ഒക്കെ ഉള്ള ആളായിരുന്നു ചേച്ചി. അമ്മനും മക്കളും ഷൂട്ട് നടക്കുമ്പോഴേ ആളാരാന്ന് പറയുന്നില്ല, രാജേട്ടൻ്റെ ഒരു ബന്ധു അഭിനയിക്കാൻ വന്നു അതിനകത്ത്. അപ്പോൾ ആളെ മനസ്സിലായി. എനിക്കും മനസ്സിലായി, എനിക്കും മനസ്സിലായി. ഇതിനാ ഷാഫിക ഇങ്ങനെ അത് ഇത് ആ പേര് പറയാഞ്ഞ ഇതിലും ഭേദം പറയാതിരിക്കുന്നതാണ്. ഇതിലും കോമഡി ഇത്രേ ഉള്ളൂ. ആ ഈ ഇദ്ദേഹം രാജേട്ടനെ അടിക്കുന്ന സീനാ. അപ്പൊ ഇവര് തമ്മിൽ എന്തോ ഒരു ചെറിയൊരു വഴക്കോ എന്തോ ഉണ്ടായിട്ടുണ്ട് നേരത്തെ. അപ്പൊ രാജേട്ടൻ പറയണ്ട ഷോർട്ടിന് മുമ്പ്, ഡാ നീ പഴയ വൈരാൻ വെച്ച് ശരിക്കും എനിക്കിട്ട് താങ്ങരുത് കേട്ടോ. അത് നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ ഇത്രയും പറഞ്ഞു പോയത് കൊണ്ട് ശരിക്കും അദ്ദേഹം ഇന്ന് വരേണ്ടതായിരുന്നു. അതികഠിനമായ പനി മൂലം അദ്ദേഹത്തിന് ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പറ്റാതിരുന്നതാണ്. നമ്മുടെ ബൈജു ചേട്ടനാണ്, സംവിധായകനാണ്, അഭിനേതാവാണ്, ഒക്കെയാണ്. ഇടക്കാലത്ത് ബൈജു ചേട്ടന് ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ട്രൂപ്പിലിടയ്ക്ക് രാജേട്ടൻ ഗസ്റ്റായിട്ട് വരുമായിരുന്നു. ഞാനൊക്കെ അതിൽ ആ ട്രൂപ്പിൽ പല പരിപാടികൾക്ക് പോയിട്ടുണ്ട്. അത് വലിയ ഷോ ചെയ്യുള്ളൂ. പുള്ളി പിടിച്ച് കണ്ടമംഗലം അമ്പലത്തിൽ വലിയ ഷോ, നാട്ടിലുള്ള സർവ്വ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച് ഷോ ചെയ്യുന്ന പരിപാടിയിലൊക്കെ ട്രൂപ്പുകൾ നടത്തിയിട്ടുണ്ട്. അത് ബൈജു എഴുപുന്ന ചേട്ടനാണ്. ഞാന് ഇത്രയും വർഷം ബൈജു പറയാൻ എന്താ വെച്ചാല് ഇവര് തമ്മിൽ ചെറിയൊരു ഒരു പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ബൈജു അപ്പൊ തന്നെ എന്താണ് അങ്ങനെ പറയണെന്നൊക്കെ പറഞ്ഞു വിട്ടു. നമുക്കറിയാം ഇവര് തമ്മിലുള്ള ബന്ധം, പക്ഷെ TV ഓഡിയൻസിന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിടികൊടുക്കാതെ എന്റെ പിടിവിട്ടു പോയി. പക്ഷെ എല്ലാരും വന്നു ബൈജു. ഈ ബൈജു എഴുപന്ന ഞങ്ങളുടെ റിഹേഴ്സൽ ക്യാമ്പിൽ ഈ ആദ്യ നാടകം ഞാൻ പറഞ്ഞില്ല തിരുവനന്തപുരം, ആ സമയം തൊട്ട് റിഹേഴ്സൽ ക്യാമ്പിൽ വന്ന് നാടകം കാണാൻ വേണ്ടിയിരിക്കും, റിഹേഴ്സൽ കാണാനൊക്കെ വേണ്ടിയിരിക്കും. അഭിനയിക്കണം, നാടകത്തിൽ അഭിനയിക്കണമെന്നും പറഞ്ഞുകൊണ്ട് രായേട്ടനോട് പറയും, എന്നോട് പറയും. അങ്ങനെ രായേട്ടൻ പറയടാ നീ പഠിക്കണല്ലേ, പഠിത്തമൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തും. കോയിൻസിഡന്റലി എന്ന് പറഞ്ഞാൽ ഈ ബൈജു എഴുപന്ന ആദ്യമായിട്ട് അഭിനയിക്കുന്നതും എന്റെ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന സിനിമയിലാണ്. അതിലാണ് ഗീതാ വിജയന്റെ ഒരു കോമ്പിനേഷനിലുള്ള ഒരു സീനിലൊക്കെ ബൈജു അഭിനയിക്കുന്നത് ഫസ്റ്റ് ബെല്ലാണ്. അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. ഞാനുമായിട്ട് ഇടയ്ക്ക് വെളിയും ഈ സ്റ്റേജ് പരിപാടി ഉണ്ടായിരുന്നത് കൊണ്ടും ഇതുണ്ട്. അതിൽ എനിക്കെപ്പോഴും ഞാൻ ബൈജുചേട്ടൻ ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എല്ലാ പരിപാടിയും എല്ലാം കൃത്യമായിട്ട് എഴുതി വെക്കുകയും സമയത്തെത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. എനിക്കതിൽ യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല, എല്ലാം കൃത്യമായിട്ടൊക്കെ എത്തണം. ഇനി അഥവാ എന്തെങ്കിലും പറ്റിയാലും എനിക്ക് എങ്ങനെയോ എല്ലാം ഇണങ്ങി കിട്ടാറുണ്ട്. അറിയാതെ ഒരു ദിവസം ഞാൻ 2 പരിപാടി എടുത്തു. ഒരു ദിവസം ഒരേ ഡേറ്റിന് എന്ത് ചെയ്യണമെന്നറിയാതെ അവസാനം ഞാൻ വിളിച്ചന്വേഷിച്ചപ്പം ഒരു പരിപാടി 6 മണിക്ക് കൊല്ലത്ത് എവിടെയോയും 11 മണിക്ക് അവിടെ നിന്ന് എനിക്ക് ഓടി എത്താവുന്ന ദൂരെയാണ് രണ്ടാമത്തെ പരിപാടി. രണ്ടാമത്തെ കോഴിക്കോടാണ്, ചുറ്റിപ്പോയില്ലേ. ഇത് യാദൃച്ഛികമായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. അതേപോലുള്ള ഒരു അനുഭവം ഈ ബൈജു ചേട്ടൻ ഉണ്ടായിട്ടുണ്ട്. അതായത് അദ്ദേഹം ചോറ്റാനിക്കര ഭാഗത്ത് എവിടെ ഒരു വലിയ മെഗാ ഷോ ഈ ബൈജു ചേട്ടൻ പിടിച്ചിട്ട് ഞാൻ പുറത്ത് എവിടെയായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള ആളെ വിളിച്ചിട്ട് ഡേറ്റ് കൊടുത്തേക്ക് നിങ്ങാണ്ട് പറഞ്ഞു. അവൻ എന്നോട് പറയാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല. വന്നപ്പോൾ പുള്ളി വിളിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ആ ദിവസം ഞാൻ തൃശ്ശൂർ എനിക്ക് പ്രോഗ്രാം ഉണ്ട്, ഞാൻ പൊക്കോണ്ടിരിക്കുമ്പോൾ മൊബൈലൊക്കെ വന്നിട്ടുണ്ട്, എന്നെ വിളിക്കുക. ബൈച്ചേൻ്റെ കോൾ 1 വന്നു, ഞാൻ എടുത്തില്ല, 2 വന്നു. അപ്പം എനിക്ക് ഈ ബെല്ലടിക്കുമ്പോഴാണ് എനിക്ക് ദൈവമേ ചോറ്റാനിക്കര ഇന്ന് പ്രോഗ്രാം ഉണ്ടല്ലോ എന്ന് ഓർക്കുന്നത്. ഞാൻ ഓടി അങ്കമാലി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 4 ബെല്ലടി കഴിഞ്ഞപ്പം, ഇന്നൊരു സത്യം കൂടെ പുള്ളി മനസ്സിലാകും, 4 ബെല്ലടി കഴിഞ്ഞപ്പോൾ ഞാൻ 2 കൽപ്പിച്ച് എന്തേലും പറയാൻ നിർത്തി ഫോൺ എടുത്ത് ഹലോ എന്ന് പറഞ്ഞു. ബൈച്ചേട്ടൻ പുറപ്പെട്ടോ എന്ന് ചോദിച്ചു. ഞാൻ പുറപ്പെടണ്ട, നമ്മുടെ ഷോ മാറ്റി വെച്ചു, ഇവിടെ ഒരു ചെറിയ മരണം ഉണ്ടായി, അതുകൊണ്ട് ഷോ മാറ്റി വെച്ചു, വെരി സോറി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പുറപ്പെട്ടു പോയല്ലോ ഏട്ടാ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ച് അങ്ങനെ രക്ഷപ്പെട്ട ട്രൂപ്പിന്റെ ഓണറാണ് ബൈജു ചേട്ടൻ. വീണ്ടും നമുക്ക് രാജൻദേവ് സാറിനെ കുറിച്ച്, പ്രിയപ്പെട്ട മെക്കാട്ടിൻ സാർ. അദ്ദേഹത്തിൻ്റെ വിയോഗം വല്ലാതെ വേദനിപ്പിച്ചു. കാരണം ഏതോ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ എന്നോട് പറഞ്ഞു, കണ്ണിന് കാഴ്ച പോയി തുടങ്ങി, ഒരു കണ്ണിന് എന്തോ പ്രശ്നമുണ്ട്, ഫൈറ്റ് ചെയ്തപ്പോൾ പോയതാണ് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് രാജേട്ടൻ വീണ്ടും ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഫൈറ്റ് ചെയ്ത് പോയതല്ല ശരിക്കും, അത്
ഡയബറ്റിക് സംബന്ധമോ മറ്റോ ആണ്, എന്തോ പറഞ്ഞു, ഞാനിപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കണില്ല. ശാരീരികമായി വളരെ കുഴപ്പത്തിലാണ് ഞാൻ. എനിക്ക് കാഴ്ച ശരിക്കില്ല ഇപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ അത് സംബന്ധിച്ച് ഒരു കോമഡിയും അവിടെ ഉണ്ടായി. രാജേട്ടൻ ആള് മാറി ഒരാളുടെ പോയി ഷോൾഡറിൽ കൈയിട്ട് ചെവിയിലെന്തോ ഒരു രഹസ്യം പറഞ്ഞു. പെട്ടെന്ന് അയാൾ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കി രാജേട്ടൻ ഞെട്ടിപ്പോയി. ഉദ്ദേശിച്ച ആളായിരുന്നില്ല. അപ്പം എന്നോട് പറഞ്ഞു, മോനെ ആകെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്, ഇനി ഇത് എത്ര കാലം ഉണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് പിരിഞ്ഞത്. എനിക്കൊന്ന് ലവിൻ സിംഗപ്പൂരാണെന്ന് തോന്നുന്നു ആ പടം. അത് ആ ലൊക്കേഷൻ കാരക്കുടിയായിരുന്നു, അവിടെ വെച്ചാണ് പറഞ്ഞത്. അപ്പോൾ വലിയൊരു ആർട്ടിസ്റ്റ്, ഏത് നേരവും ഊർജ്ജസ്വലനായി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഇത്രയും തളർന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിൽ ഒരുപാട് വിഷമം തോന്നി. എന്തായാലും ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു വലിയ മനുഷ്യനാണ് രാജേട്ടൻ. ഈ മുല്ലപ്പൂക്കൾ ചുവന്നപ്പോൾ എന്നുള്ള നാടകത്തിനാണല്ലോ ആദ്യമായിട്ട് അവാർഡ് കിട്ടുന്നത്, സംസ്ഥാന അവാർഡ്. അത് കാട്ടുകുതിരയ്ക്ക് മുമ്പല്ലേ? അല്ല, കാട്ടുകുതിരയ്ക്ക് ശേഷം. കാട്ടുകുതിരയ്ക്ക് ശേഷമാണ്. ഈ കാട്ടുകുതിര എല്ലാവരും പറയുന്ന ഒരു സിനിമ പോപ്പുലർ ആവുന്ന പോലെ കേരളത്തില് ജനകീയമായ ഒരു നാടകമാണെങ്കിലും അതിനല്ലാന്ന് തോന്നുന്നു. കാട്ടുകുതിരക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടിയില്ല. മത്സരത്തിൽ പങ്കെടുത്തെങ്കിലും ആ വർഷം MS തൃപ്പൂണിത്തറക്ക് വേറൊരു നാടകത്തിലാണ് ബെസ്റ്റ് ആക്ടറായിട്ട് കൊടുത്തത് അവാർഡ് കിട്ടുന്നത്. അപ്പോൾ അത് രാജേട്ടന് അന്നേരം ഭയങ്കര വിഷമമായിരുന്നെങ്കിലും പിന്നീട് മുല്ലപ്പൂക്കൾക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പിന്നീട് കിട്ടിയത് എൻ്റെ നാടകം അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതിയിൽ 2ാമത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. സ്റ്റേറ്റ് അവാർഡും കിട്ടി. അങ്ങനെ 2 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. അന്നും ഈ കാട്ടുകുതിരക സിനിമയായപ്പോൾ രാജന് വേഷം, രാജനല്ല ആ വേഷം ചെയ്തേന്നുള്ളതും വലിയ സങ്കടമായിരുന്നു എന്നുള്ളത്. അയ്യോ, ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഏതെങ്കിലും ഒരു വേഷത്തിലേക്കെങ്കിലും വിളിക്കുമെന്നുള്ള ഒരു ആഗ്രഹം പുള്ളിക്ക് ഉണ്ടായിരുന്നു. അതായത് കൊച്ചുവാവ കിട്ടിയില്ലെങ്കിലും കൊച്ചുവാവയുടെ അച്ഛൻ്റെ ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടല്ലോ, കൊച്ചുരാമൻ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വേഷത്തിലേക്ക് എന്നുള്ള രീതിയിൽ SL പുരത്തിനൊക്കെ ചെന്ന് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പുള്ളിനെ എന്തോ വിളിച്ചില്ല. പക്ഷെ ആ ഒരു എന്തോയേ ഉള്ളൂ ഇല്ല, കാരണം അതൊരു വിധിയാണ്. അത് ട്രൂപ്പിന്ന് മാറിയല്ലോ, രാജേട്ടൻ സൂര്യസ്വാമിന്ന് മാറി ഹരിശ്രീയിൽ പോയി. അപ്പൊ വേറൊരു ആർട്ടിസ്റ്റായി മാറിയല്ല, സൂര്യസ്വാമിയുടെ ആർട്ടിസ്റ്റ് അല്ല എന്നുള്ളൊരു പരിഗണന കൊടുക്കാതെ പുള്ളിനെ ഒഴിവാക്കിയിട്ട് അന്ന് പിന്നെ രാജേട്ടൻ സിനിമയിൽ സ്റ്റാർ ആയിട്ടില്ല. അപ്പൊ ഒരു പുതുമുഖത്തിന് വെച്ചിട്ട് കൊച്ചുവാവ ചെയ്യണ്ട എന്ന് വിചാരിച്ചു കാണും. അത് പിന്നെ ഒരു പക്ഷേ തിരിച്ചൊരു കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കണം, അങ്ങനെ വരുന്ന ചില സാധനങ്ങള് നമ്മളിപ്പോൾ സിനിമയിൽ ചെയ്താലും അത് നാടകത്തിൽ ചെയ്യുന്നത് ഇത്ര നാളെ ചെയ്തത് അതുപോലെ സിനിമയിൽ ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പിന് ഒരു കാരണം കിട്ടിപ്പോവും. അതെ അതെ, ആളുകൾക്ക് ഇപ്പൊ അതിനേക്കാൾ ഉപരി അന്ന് ഡിസ്ട്രിബ്യൂഷൻ എടുക്കല് ഒരു പ്രധാനപ്പെട്ട നടനെയൊക്കെ നോക്കിയിട്ട് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന സിനിമയുടെ വ്യാവസായികമായ കാര്യം. ഞാനൊരു കലാകാരൻ എന്നുള്ള നിലയില് ഇപ്പൊ വാനപ്രസ്ഥം പോലൊരു പടത്തില് ഒരു എസ്റ്റാബ്ലിഷ്ഡ് കഥകളി നടൻ ലാലേട്ടനോടൊപ്പം കഥകളി കളിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു അത്ഭുതമായിട്ട് ആരും പറയില്ലല്ലോ. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജോലി വേറൊരു ആർട്ടിസ്റ്റ് സ്ക്രീനിൽ ചെയ്തു എന്നേ പറയുള്ളൂ. അങ്ങനെ പറഞ്ഞു പോകാമായിരുന്നു. അതുകൊണ്ടായിരിക്കും വേറൊരു സിനിമ വരുന്നതും വേറൊരു വേഷം വരുന്നതും ചെയ്തു പോകുന്നതും. ഇതിന്റെ ഷൂട്ടിംഗ് നിങ്ങളുടെ വീടിന്റെ അടുത്തായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറമാണ് എൻ്റെ മെയിൻ ലൊക്കേഷൻ, കൊച്ചുവാവയുടെ തറവാടായിട്ട് കാണിക്കും, കാട്ടുകുതിര. അതെ. അപ്പോൾ അതിൽ പോകുമ്പോഴത്തേക്കും എല്ലാ ദിവസവും ഈ യൂണിറ്റ് വണ്ടികളും കാര്യങ്ങളും ഇങ്ങനെ ഒരു ജാഥയായിട്ടാണല്ലോ പോകുന്നത്. അതിങ്ങനെ പോകുമ്പോഴത്തേക്കും അപ്പം അന്ന് എൻ്റെ മൂത്ത പെങ്ങളുണ്ട്. അപ്പോൾ ആളെ എടുത്ത് ഇങ്ങനെ എളിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഡാഡിച്ച് ഇങ്ങനെ ഈ വണ്ടി പോണത് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു എല്ലാ ദിവസവും. ഡാഡിച്ച് ഇങ്ങനെ പറയും, മമ്മി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു എന്നുള്ളത്. കാര്യം ഇത് ദൂരെ എവിടെയോ ആണെങ്കിൽ പോലും അത്രയും വിഷയമില്ല. അപ്പോൾ പറയുന്ന ഇതിൽ ഈ പോകുന്നൊരു വണ്ടിയിൽ എന്നെ കയറ്റിക്കൊണ്ടുപോയി ഞാൻ ചെയ്യേണ്ട ഒരു വേഷമല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി വിഷമിച്ച് നിൽക്കുമായിരുന്നു ഈ വണ്ടി പോണ കാണുമ്പോഴത്തേക്കെന്ന് പറഞ്ഞ് എപ്പോഴും പറയുമായിരുന്നു. എൻ്റെ ആദ്യ വർഷമാണ്. അപ്പോൾ എൻ്റെ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദുഃഖം മുഴുവനും പങ്കുവെച്ചേക്കണ കൂടുതൽ എൻ്റെ അടുത്താണ്. അപ്പം ഞാനത് ആശ്വസിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ രാജേട്ടൻ അത് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അത് ചെയ്തു കഴിഞ്ഞാൽ ആ നാടകത്തിൽ ചെയ്ത പോലെ തന്നെ സിനിമയിലും ചെയ്തു എന്നുള്ള, നാടകം ചെയ്തത് ലോകം മുഴുവൻ കണ്ടതാണ്. കണ്ടാണ്. അതങ്ങനെ പെട്ടെന്ന് രാജേട്ടൻ ചെയ്യാതിരിക്കുമ്പോഴാണ് രാജേട്ടനെ കുറിച്ച് വീണ്ടും ഡിസ്കഷൻ വന്നത്. പിന്നെ നമ്മൾ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ രാജേട്ടന് വേറെ പടങ്ങൾ വരും, ഞാൻ എഴുതുന്ന പടത്തിലൊക്കെ അഭിനയിക്കാനായിട്ടുള്ള രീതിയിലൊക്കെ വരും, വെറുതെ ഒരു ഭംഗിവാക്ക് പറഞ്ഞാണ്. അന്ന് സിനിമ എഴുതുമെന്ന് പോലും എന്റെ സ്വപ്നത്തിലില്ല. എന്നാലും ഞാൻ പറഞ്ഞു, ഞാനൊക്കെ എഴുതുന്ന സ്ക്രിപ്റ്റിലൊക്കെ രാജേട്ടൻ അഭിനയിക്കും. ഈ തമ്പിനാട് എന്ന് പറയുന്ന പടത്തിലെ ജനാർദ്ദൻ ചേട്ടൻ ചെയ്ത വേഷം ശരിക്കും രാജേട്ടന് വേണ്ടി ആലോചിച്ചിട്ടുള്ളതാണ്. അതെ, അതെന്താന്നാ, രാജേട്ടൻ അസുഖബാധിതനായിട്ട് വീട്ടിൽ വയ്യാണ്ടിരിക്കുന്നു. അപ്പൊ ഈ അസുഖമുള്ള കാര്യം പുള്ളി പുറത്ത് പറയില്ല, ആര് വിളിച്ചാലും പറയില്ല. കാരണം
ഈ പിന്നെ പടത്തിൽ അഭിനയിക്കാൻ വിളിക്കാതിരിക്കുമോ എന്ന് ഭയന്നിട്ട് പറയില്ല. അപ്പോൾ ബ്ലഡൊക്കെ വോമിറ്റ് ചെയ്തു എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞ് സുഖവിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു എടാ ഇങ്ങനെ വയ്യാണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചട്ടമ്പി നാട് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിലെന്താണ് എനിക്ക് റോളില്ലേന്ന് വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു രായിട്ട് റെസ്റ്റ് ചെയ്യും, പിന്നെ പൊള്ളാച്ചിയിലും അവിടെയൊക്കെ ഷൂട്ടിങ്, അതിലൊക്കെ ഇനി റെസ്റ്റ് ചെയ്യാതെ ആരോഗ്യം നോക്ക്. എടാ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, അത് വീട്ടിലിരുന്നാൽ കൂടുതൽ രോഗിയായിട്ട് മാറും, പടം ഉണ്ടെങ്കിൽ ആക്റ്റീവ് ആകുള്ളൂ, നീ അതിൻ്റെ അകത്ത് ക്യാരക്ടർ എഴുതി വെച്ചോ, ഞാൻ വന്ന് ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ ഈ വയ്യാണ്ടിരിക്കണത് കൊണ്ട് ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കഥാപാത്രമാണ് കസേരയിലിരിക്കുന്ന ഒരു പഴയകാല റൗഡി. അയാൾ ആ കസേരയിൽ ചുമന്നുകൊണ്ട് കിടക്കുന്ന ശിഷ്യന്മാർ, ആ പഴയ പ്രതാപമൊക്കെ പറയുന്ന ആ കഥാപാത്രം ഉണ്ടാക്കിയത് രാജേട്ടന് വയ്യാത്തതുകൊണ്ട് രാജേട്ടനെ കൊണ്ട് അഭിനയിപ്പിക്കാൻ വേണ്ടി എഴുതിയതാണ്. പക്ഷെ ആ പടം ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വിട്ടുപോയി. ഈ ഇങ്ങനെ ഒരു സിനിമാ സംഭാഷണത്തില് ഈ കുഞ്ചാക്കോ ബോബൻ സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. കാരണം സിനിമ കൊണ്ട് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ട് മാറി നിൽക്കുന്ന സമയത്ത് വീട്ടിൽ പോയി വിളിച്ച് സിനിമയെ കൊണ്ടുവരികയും ഇത്രയും കാലങ്ങൾ നിൽക്കുകയൊക്കെ ചെയ്തു. അപ്പം അദ്ദേഹം ഇല്ലാത്തൊരു സിനിമാ ചർച്ചയിൽ ഒരിക്കൽ ചാക്കോച്ചനെ പറ്റി ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു സിനിമാക്കാരൻ പറഞ്ഞു അത് ഒരു പ്രകൃതിയുടെ ആവശ്യമാണ്. ഇയാളുടെ അച്ഛനും മുത്തച്ഛനും സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത അത്രയും സിനിമയിൽ നിന്നും ഉണ്ടാക്കിയത് മുഴുവൻ സിനിമയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടുന്ന് ഒരാൾ സിനിമയിൽ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു പ്രകൃതിയുടെ ആവശ്യം പോലെയാണ് നിൽക്കുന്നതെന്ന്. മറ്റൊരിക്കൽ മുകേഷ് ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് NN പിള്ള എന്ന് പറയുന്ന മഹാനടൻ. ഗോഡ് ഫാദർ എന്ന് പറഞ്ഞൊരു പടം അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിൽ അദ്ദേഹത്തിന് കിട്ടിയത് ആ പടത്തിൽ അദ്ദേഹം പോപ്പുലറായിട്ട് അതിലൂടെ ബാക്കിലോട്ടുള്ള എല്ലാ ഹിസ്റ്ററിയും എല്ലാ കാലത്തും ഓർക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ 35 പടങ്ങൾ ഇപ്പോൾ തമിഴിൽ ഉൾപ്പെടെ സിനിമകൾ ജുബില് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജുബില് സിനിമകളിലുണ്ടാകുക, സിനിമയിലെ വലിയൊരു ഭാഗമായി മാറുക, ഇത്രയധികം സിനിമ ചെയ്യുക, ഒരുപാട് ഭാഷകളിലേക്കൊക്കെ പോകുക എന്ന് പറയുന്നത് സിനിമയുടെയും കൂടെ ഒരു ബാലൻസിങ് ആണ്. ഇപ്പോൾ ബെന്നിച്ചേട്ടൻ പറഞ്ഞതുപോലെ രാജേട്ടൻ അങ്ങനെ കൊടുത്തത്രയും തിരിച്ചെടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നാടകത്തിന് നിങ്ങളിപ്പോൾ ചെയ്തു എന്നൊക്കെ പറയുന്നവരുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലേ. ഒരാളും കൂടെ ഉള്ളത് അഭിനയത്തിലൊക്കെ എന്തെങ്കിലും പരിപാടികളുണ്ടോ? അതെ ഉണ്ട്. അവനും സിനിമകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബാലൻസിങ്ങിന്റെ ഭാഗമാണ് ജുബിലിനും ഈ പറഞ്ഞതുപോലെ ഒരുപാട് മികച്ച വേഷങ്ങൾ, ഈ പറഞ്ഞ ഒരുപാട് വിശേഷണങ്ങൾ നമ്മൾ പറഞ്ഞു. വില്ലൻ എന്നുള്ളതിനപ്പുറം നർമ്മമാണെങ്കിലും ക്യാരക്ടർ റോളുകളാണെങ്കിലും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയാനും കഴിഞ്ഞു. ആ വഴികളിലൂടെ എല്ലാം വളരെ സക്സസ്ഫുള്ളായ ഒരു വലിയ അഭിനയ യാത്ര ഹൃദയപൂർവ്വം ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഒപ്പം ഓർമ്മയിലെന്നും രാജൻ പി ദേവ് എന്ന് പറയുന്ന ഈ ലക്കത്തിലെത്തിയ നമ്മുടെ അതിഥികളെല്ലാം ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ നൽകിയ ഷാഫി സാർ, അദ്ദേഹത്തിൻ്റെ മികച്ച ചിത്രങ്ങളിലെ രാജൻ പി ദേവ് ചെയ്ത മികച്ച കഥാപാത്രങ്ങളും മറ്റ് സിനിമകളിലെ കഥാപാത്രങ്ങളെയും അദ്ദേഹം എന്ന വ്യക്തിയുമെല്ലാം ഇവിടെ ഓർത്തു. നാടക പാരമ്പര്യത്തിൽ നിന്ന് തന്നെ വന്ന പൊന്നമ്മ ചേച്ചി ആദ്യ സിനിമയിലെ ആദ്യ വേഷം അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചത് മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒരു സന്തത സഹചാരിയായി ഒപ്പം നിന്ന് വളരെ തുടക്കം മുതൽ നാടകം, സിനിമ തുടങ്ങിയ എല്ലാ മേഖലയിലും സഹയാത്രികനായി ഒപ്പമുണ്ടായിരുന്ന ബെന്നിച്ചേട്ടൻ ഇപ്പം നമ്മളോടൊപ്പം ഒരുപാട് ഓർമ്മകൾ പങ്കുവച്ചു. ഒരു കാലഘട്ടം മുഴുവൻ ഇവിടെ അനുസ്മരിക്കപ്പെട്ടു. ഓർമ്മയിലെന്നും രാജൻ പി ദേവ് എന്ന ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ആൽബം സൈനിങ്. വളരെ പ്രിയപ്പെട്ട രാജൻ പി ദേവ് സാറിൻ്റെ മകൻ ജുബിൽ രാജൻ പി ദേവിന് അമൃത TV നൽകുന്ന ഒരു ഉപഹാരം ബെന്നി പി നായരമലം സമ്മാനിക്കുന്നു. അരങ്ങിലും അബ്രപാളിയിലും അഭിനയ മികവിനുള്ള അപരനാഭമായി മാറിയ രാജൻ പി ദേവ് സാറിനെ കുറിച്ചുള്ള
ഓർമ്മയിലെന്നും എന്ന പരമ്പരയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ലക്കത്തിൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട മറ്റൊരു അതുല്യ പ്രതിഭ.